ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. എന്റർടൈൻമെന്റ് കീഴിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എന്റർടൈൻമെന്റ് കിഴി അപ്ഡേറ്റ്സ്. സുരേഷ് ഗോപി. ആളുടെ വരാനിരിക്കുന്ന ഒരുപാട് ചിത്രങ്ങളുണ്ട്, വലുതും ചെറുതുമായ ഒരുപാട് സിനിമകൾ. ആ സിനിമകളുടെ അപ്ഡേറ്റ്സുകളാണ് നമ്മൾ പറയാൻ പോകുന്നത്. ഇതിനകത്തിപ്പോ ചെറുതേതെങ്കിലും ഉണ്ടോ എന്നുള്ള കാര്യമാണ് ഒരു സംശയമുള്ളത്. എല്ലാം വലുത് തന്നെയാണ് ലിസ്റ്റ് കേട്ടിട്ട്. എന്തായാലും ആദ്യം നമ്മൾ ഏത് സിനിമയെ കുറിച്ച് പറയണം? തോട്ടക്കം ഒറ്റക്കൊമ്പൻ. തീർച്ചയായിട്ടും അത് കുറെ നാളുകളായിട്ട് കാത്തിരിക്കുന്ന ഒരു സിനിമയാണ് ഒറ്റക്കൊമ്പൻ. അത് ആള് ഒറ്റക്കൊമ്പനായിട്ട് വരുന്നു എന്നുള്ളതാണ്. ഒറ്റക്കൊമ്പൻ തന്നെയാണല്ലോ. അതെ, ഒറ്റക്കൊമ്പൻ സിനിമയുടെ ബിഗ് അപ്ഡേറ്റ്സുകളാണ്. മാത്യു തോമസ് ആണ് സിനിമ സംവിധാനം ചെയ്യുന്നത്. സിനിമയുടെ ഒരു ബിഗ് അപ്ഡേറ്റ് ജൂൺ 26 എത്തും എന്നുള്ളതാണ് പ്രതീക്ഷ. എസ് ജിന്റെ ബർത്ത്ഡേ ആണ് ജൂൺ 26. ജൂൺ 26 ഒരു അപ്ഡേഷൻ ഉണ്ടാവും എന്നാണ് കേൾക്കുന്നത് കേട്ടോ. സിനിമ പ്രൊഡ്യൂസ് ചെയ്യുന്നത് ഗോകുലം മൂവീസും പിന്നെ ടോമിച്ചൻ മുളകുപാടം, പിന്നെ ഒരു ടീം കൂടി ഉണ്ട്, അത് പുറത്തുനിന്നാണ്. അപ്പൊ തന്നെ ഏകദേശം ഊഹിക്കാം ഈ സിനിമയുടെ വലുപ്പം. അല്ലാതെ ടോമിച്ചൻ മുളകുപാടം ആണെങ്കിലും ഗോകുലം മൂവീസ് ആണെങ്കിലും ഒരു 50-70 കോടി വരെയൊക്കെ അവര് തന്നെ പോണ ടീമുകളാണ്. അപ്പൊ അതിന്റെ അപ്പുറത്തായിരിക്കണം. വലിയ സിനിമയായിട്ട് പ്ലാൻ ചെയ്ത ഒരു സിനിമയാണിത്. ഇത് ഒരുപാട് കാലങ്ങളായി ശരിക്കും ഒന്ന് അനൗൺസ് ചെയ്തിട്ടുണ്ട്. അതെ, പക്ഷെ അതിനുശേഷം പല പ്രശ്നങ്ങൾ ഇതിനുണ്ടായിട്ടുണ്ട്. പലരും മാറി, പുതിയ ആൾക്കാർ വന്നു. എന്തായാലും ഒറ്റക്കൊമ്പൻ എന്തായാലും സംഭവിക്കും. ഉപേക്ഷിച്ചു എന്നുള്ള രീതിയിൽ പലരും പലയിടങ്ങളിലും പറഞ്ഞിട്ടുണ്ടായിരുന്നു, പക്ഷെ അത് ഉപേക്ഷിച്ചിട്ടില്ല. എന്തായാലും സുരേഷ് ഗോപി ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് തന്നെ ആള് വാഗൊണ്ട് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ എന്തായാലും അതിൻ്റെ വർക്കുകളൊക്കെ നടക്കുന്നു. സിനിമ ഒക്ടോബർ 2nd വീക്കോടെ ഷൂട്ട് തുടങ്ങും എന്നുള്ളതാണ് കേൾക്കുന്നത്. ഒരുപാട് നായികമാരുടെ പേരുകൾ കേൾക്കുന്നുണ്ട് കേട്ടോ. അനുഷ്ക ഷെട്ടി, മീന, പിന്നെ സോണാക്ഷി, പിന്നെ ബിജു മേനോൻ, ജോണി ആന്റണി, അങ്ങനെ ഭയങ്കര കാസ്റ്റിംഗ് ഒക്കെയാണ്. എന്താണെങ്കിലും അനുഷ്ക ഷെട്ടി കൺഫേം അല്ല, മീന ഒരു പ്രധാന വേഷത്തിലെത്തുന്നു എന്നുള്ളതാണ് കേൾക്കുന്നത്. പിന്നെ അനുഷ്കയാണോ സോണാക്ഷിയാണോ നായിക എന്നുള്ളതാണ് നോക്കേണ്ടത്. നോക്കാം, ആരാണെങ്കിലും കുഴപ്പമില്ല. അതെ, അത്രയുള്ളൂ. സിനിമ ഒന്ന് ചെയ്യാൻ തുടങ്ങിയത്. എന്താണെങ്കിലും ഒക്ടോബറിൽ സിനിമയുടെ ഷൂട്ട് തുടങ്ങുന്നതാണ്. ആള് അതിന് വേണ്ടിയിട്ടാണോ ഈ ഒരു രൂപം പിടിക്കുന്നത്? വീണ്ടും അതേ ലുക്കിൽ വന്നേക്കുന്നത് അതിനു വേണ്ടി തന്നെയാണ്. കാരണം അതിനെ കുറച്ച് ആള് ഒരു വീഡിയോയിൽ തന്നെ പറയുന്നുണ്ട്. അതെ, വീഡിയോയിൽ തന്നെ പറയുന്നുണ്ട് ആ സിനിമേന്റെ കാര്യങ്ങളെ കുറിച്ച്. അപ്പൊ അത് കേൾക്കുമ്പോൾ തന്നെ ഏകദേശം നമുക്ക് മനസ്സിലാവും ആള് ആ ഒരു ലുക്കിൽ വന്നിരിക്കുന്നത് തന്നെ അതിനാണെന്ന്. എന്തായാലും ഫൈനൽ സ്റ്റേജിലാണ് അതിന്റെ പ്രീ പ്രൊഡക്ഷൻ വർക്കുകളൊക്കെ. എന്തായാലും അടുത്ത സിനിമ JSK സിനിമയുടെ ഫസ്റ്റ് ലുക്ക് പോസ്റ്റർ വന്നിട്ടുണ്ട്. അല്ലേ, സംഭവം ഇതിന്റെ ഒരു ടീസർ പോലെ ഒരു വീഡിയോ വന്നിട്ടുണ്ടായിരുന്നു ഇതിന് മുന്നേ. ഓൾറെഡി വന്നതായിരുന്നു. അതെ, അതിനുശേഷമാണ് ഇവര് ഫസ്റ്റ് ലുക്ക് ഇറക്കുന്നത്. എന്തായാലും കൊള്ളാം. പ്രവീൺ നാരായണനാണ് സിനിമ ഡയറക്റ്റ് ചെയ്യുന്നത്. പിന്നെ നമ്മുടെ അനുപമ പരമേശ്വരനാണ് നായികയായിട്ട് വരുന്നത്. ഓണം റിലീസായിട്ടാണ് സിനിമ പ്ലാൻ ചെയ്യുന്നതെന്നാണ് കേൾക്കുന്നത് കേട്ടോ. അതെ, ഇതൊരു പരിപൂർണമായി ഒരു കോർട്ട് റൂം ഡ്രാമയായിട്ടാണ് വരുന്നത്. എന്തായാലും ഒരുപാട് പ്രതീക്ഷയുള്ള സിനിമയാണ്. നമ്മൾ പറഞ്ഞല്ലോ, ഒരു ടീസർ നമ്മൾ റിയാക്ഷൻ ചെയ്തിട്ടുണ്ടായിരുന്നു അതിന്. അത് കണ്ടപ്പോൾ നമുക്ക് നല്ല ഒരു ക്വാളിറ്റി ആയിട്ടാണ് ഫീൽ ചെയ്തത്. എന്തായാലും അതിന് വെയിറ്റ് ചെയ്യാം. പിന്നെ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഓണം റിലീസ് എന്ന് പറയുമ്പോഴാണ് ഉള്ളിലൊരു ഇടിവെട്ട്. കാരണം ഓണം ഇപ്രാവശ്യത്തെ ഓണം തകർക്കുന്നു. സാധാരണ ഓണം കൂളായിട്ടൊക്കെ പോവാറുണ്ട്, ഇത്തവണ അങ്ങനെ പോവില്ല. മലയാളത്തിലെ 3 പേര് ഒരുമിച്ച് വന്നാൽ തന്നെ ഒന്ന് ആലോചിച്ച് നോക്ക്. 3 അല്ല പറയുന്നേക്ക്, മമ്മൂക്ക, ബസൂക്ക, മോഹൻലാൽ, ബാരോസ്, സുരേഷ് ഗോപി, JSK 3 തന്നെ. ഓക്കെ, ഇനി അടുത്ത് ദിലീപ് 150, പിന്നെ നമ്മുടെ ARM, പിന്നെ തമിഴിൽ നിന്ന് വേറെ ഉണ്ട്. മലയാളത്തിൽ തന്നെ പൃഥ്വിരാജിന്റെ ചിലപ്പോൾ വരില്ലേ, വിലായത്ത് മുദ്ദേന്റെ കാര്യം പറഞ്ഞേക്കുന്നില്ലേ? ഇല്ല, അത് ഒക്ടോബർ നവംബർ ആണോ? ഒക്ടോബർ ആണോ പറഞ്ഞേക്കുന്നത്? ഓക്കെ, എന്നാ വിഷയമില്ല. അതെ, സംഭവമൂലമായ ലൈനപ്പാണ്. ഭയങ്കരമായിട്ടുള്ള ക്ലാഷ് ആണ് വരാൻ പോകുന്നത് എന്നുള്ളതാണ്. JSK പ്ലാൻ ചെയ്യുന്നു എന്നുള്ളതാട്ടോ. ഈ സിനിമകളെല്ലാം പ്ലാൻ ചെയ്യുന്നു എന്നുള്ളതാണ്. ARM മാത്രമാണ് അതെ കൺഫേം ആയിട്ടുള്ളത്. പിന്നെ ദിലീപിന്റെയും ഏകദേശം കൺഫേം തന്നെയാണെന്ന് പറയുന്നത്. ഓക്കെ, അടുത്തത് സുരേഷ് ഗോപി, ഷാജി കൈലാസ്. ആളുടേതായി വരാൻ പോകുന്ന 2 ഷാജി കൈലാസ് മൂവീസ് ഉണ്ട് എന്നുള്ളതാണ് കേൾക്കുന്നത്. ഒന്ന് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന LK, ലാൽ കൃഷ്ണ വിരാടിയാർ. ആ കഥാപാത്രത്തിനാണ് ഏറ്റവും കൂടുതൽ വെയിറ്റ് ചെയ്യുന്നത്. എത്ര വലിയ കോടികളുടെ സിനിമ വന്നാലും ഞാൻ ഏറ്റവും കൂടുതൽ കാത്തിരിക്കുന്നത് ആ ഒരു മുതലിനെ കാണാൻ. ആ ഒരു ക്യാരക്ടർ ഉണ്ടല്ലോ, ഒരു ഒന്നൊന്നര സാധനം. അത് ഒന്നുകൂടി വരുന്നതിനെ കുറിച്ച് ആലോചിക്കുമ്പോൾ തന്നെ എന്തായിരിക്കും. ഇത് പിന്നെ എല്ലാവർക്കും അറിയാവുന്ന കാര്യമായിരുന്നു, അതായത് LK വരുന്നുണ്ടെന്നുള്ളത്. പക്ഷേ ഷാജി കൈലാസിന്റെ മറ്റൊരു സിനിമ കൂടി
ആൾക്ക് ഉണ്ട് എന്നുള്ളതാണ്. അത് ഏതാണെന്നുള്ളത് അറിഞ്ഞില്ല. എന്തായാലും ആള് തന്നെ പറഞ്ഞു കേട്ടതൊക്കെ. അതെ, ആള് തന്നെ കഴിഞ്ഞ ദിവസം എല്ലാം ഇരുന്ന് പറഞ്ഞത്. അത് കേട്ടപ്പോഴാണ് ഒരു ലിസ്റ്റ്. അതെ, എന്റെ അമ്മോ എന്തോരം വരാനിരിക്കുന്ന. ഇനി അടുത്തത് പറയാം. വരാഹം ഓൾറെഡി ഷൂട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ്. സനൽ വി ദേവനാണ് സിനിമ ഡയറക്റ്റ് ചെയ്യുന്നത്. സിനിമയിൽ ഗൗതം മേനോനും സുരാജ് വെഞ്ഞാറമൂടും പ്രധാന വേഷത്തിൽ എത്തുന്നുണ്ട്. ഇതൊരു വലിയ സിനിമ എന്നുള്ളതാണ്. അത് വേറെ, അത് മറ്റൊരു എക്സൈറ്റ്മെന്റ്. ജൂലൈയിൽ സിനിമയുടെ റിലീസും പ്ലാൻ ചെയ്യുന്നുണ്ടെന്നാണ് കേൾക്കുന്നത്. അതെ, എന്തായാലും അത് അങ്ങോട്ടും ഇങ്ങോട്ടും മാറിയേക്കാം. പക്ഷെ എന്തായാലും വളരെ മികച്ച ഒരു സിനിമ സനൽ വി ദേവന്റെ ഭാഗത്ത് നിന്ന് വരുന്നു എന്നുള്ളതാണ് നമ്മൾ അറിഞ്ഞത് കേട്ടോ. എന്തായാലും ഒരുപാട് പ്രതീക്ഷയുണ്ട്. എന്തായാലും അതിന്റെ ഒരു മോഷൻ പോസ്റ്റർ പോലെ ഒരു സാധനം ഉണ്ടായിരുന്നല്ലോ, അതൊക്കെ ഗംഭീരമായിരുന്നു. അതും ഒരു രക്ഷയില്ലാത്ത സാധനമാണ്. അതിന്റെ ലുക്കും എല്ലാം കൊണ്ടും വെറൈറ്റിയാണ്. ഇനി അടുത്തത് ഒരു പെരുങ്കളിയാട്ടം, ജയരാജ് മൂവി. ഇനി അതും കൂടി ആയ അത് തന്നെ ഇപ്പൊ ഒന്ന് വെറുതെ ഒന്ന് നോക്കിയാൽ മതി. ഏതൊക്കെയാ? JSK, വരാഹം, മറ്റതൊക്കെ വരുന്നേ ഉള്ളൂ. JSK, വരാഹം, ഒരു പെരുങ്കളിയാട്ടം. ഇത് മൂന്നും ഏകദേശം ഷൂട്ടൊക്കെ കഴിഞ്ഞുകൊണ്ടിരിക്കുന്ന സാധനങ്ങളാണ്. ഇതിലെ പെരുങ്കളിയാട്ടത്തിന്റെ സിനിമയുടെ റിലീസ് ജൂണിലേക്ക് പ്ലാൻ ചെയ്യുന്നു എന്നൊക്കെ കേൾക്കുന്നുണ്ട്. കളിയാട്ടം തന്നെ മനസ്സിൽ കിടപ്പുണ്ട്. അതായത് നാഷണൽ അവാർഡ് വന്നതാണ്. അപ്പോൾ അതേ സംവിധായകൻ അതും അതിലേക്ക് ഒരു പെരുങ്കളിയാട്ടം എന്നുള്ളതും കൂടി കൂട്ടി അല്ലേ, ഒരു വലിയ കളി കളിക്കാൻ പോകുന്നതാണ്. പക്ഷെ ജയരാജ് പറഞ്ഞിരിക്കുന്നത് കളിയാട്ടമായിട്ട് ഒരു ടച്ചും ഇല്ല എന്നുള്ള കാര്യം നേരത്തെ ജയരാജ് പറഞ്ഞിട്ടുണ്ട്. ലുക്കൊക്കെ ഏകദേശം അതേപോലെ തന്നെയാണ്, പക്ഷെ പടം വേറെ ലെവലായിരിക്കും എന്നാണ് കേൾക്കുന്നത്. എന്തായാലും അതും ജൂണിൽ പ്ലാനിങ് ആണെന്നാണ് കേൾക്കുന്നത്. ഇനിയിപ്പോ ജൂണിൽ വരുമോ ഇല്ലെന്ന് അറിഞ്ഞൂടാ, എന്തായാലും പ്ലാൻ ചെയ്യുന്നുണ്ടെന്നാണ് കേൾക്കുന്നത്. എന്തായാലും അതൊരു ഓഫ് ബീറ്റ് സിനിമയാണ്. ജയരാജിന്റെയും സുരേഷ് ഗോപിയുടെയും കാലങ്ങൾക്ക് ശേഷമുള്ള ഒരുമിച്ചുള്ളൊരു സിനിമ. അതുകൊണ്ട് തന്നെ ഒരുപാട് പ്രതീക്ഷയുണ്ട്. ഇനി നമുക്ക് പറയാനുള്ളത് ഒരു വലിയ സിനിമയെക്കുറിച്ചാണ്. മഹേഷ് നാരായണൻ സംവിധാനം ചെയ്ത് മമ്മൂട്ടി, സുരേഷ് ഗോപി, ഫഹദ് ഫാസിൽ, കുഞ്ചാക്കോ ബോബൻ ഇവരൊക്കെ ഒരുമിക്കുന്ന ഒരു വലിയ സിനിമ, മൾട്ടി സ്റ്റാർ മൂവി. അതെ, അത് ഒരു ഒന്നൊന്നര ഐറ്റം തന്നെ ആയിരിക്കും കേട്ടോ. എന്താണെങ്കിലും അതിനെക്കുറിച്ചും ആള് കഴിഞ്ഞ ദിവസം പറഞ്ഞിട്ടുണ്ട്. അടുത്തതായിട്ട് ചെയ്യാൻ പോകുന്നത് മമ്മൂട്ടി കമ്പനിയുടെ സിനിമയാണെന്നാണ് പറഞ്ഞിട്ടുള്ളത്. അത് ഓഗസ്റ്റിലാണ് ഷൂട്ട് തുടങ്ങുന്നത്. പല കാരണങ്ങളാൽ കുറച്ച് മുന്നോട്ട് പോകുന്നൊരു സിനിമയാണ്. കുറച്ച് മാസങ്ങൾക്ക് മുമ്പേ ഷൂട്ട് ചെയ്യേണ്ടിയിരുന്ന ഒരു സിനിമയായിരുന്നു. അതിന് ഒരുപാട് കാരണങ്ങളുണ്ട് കേട്ടോ. അതിൻ്റെ പ്രൊഡക്ഷനിൽ വന്ന ചില മാറ്റങ്ങളൊക്കെ. അതായത് ഇതൊരു മെഗാ ബഡ്ജറ്റ് മൂവി ആയിരിക്കും എന്നുള്ളതാണ്. അതായത് 100 കോടിക്കൊക്കെ അടുത്ത് എത്തും സാധനം. ഇത് ഒരാൾക്ക് താങ്ങാൻ പറ്റൂല എന്ന് തോന്നുന്നു. ഫഫ പിന്മാറി എന്നുള്ളതാണ്. ഏകദേശം അന്ന് തന്നെ എത്ര 40 കോടി എങ്ങാണ്ടൊക്കെ പറഞ്ഞിട്ടുണ്ട്, തുടക്കത്തിൽ പറഞ്ഞത്. അതിനുശേഷം 60 കോടിക്ക് എത്തി. പിന്നെ അതുക്കും മേലെ പോകും എന്നുള്ളതാണ് അറിഞ്ഞത്. അപ്പൊ ഫഫ ചെറുതായിട്ടൊന്ന് പിന്മാറിയിട്ടുണ്ട്. കഴിയൂല ചിലപ്പോ ഇനി പങ്കാളികളൊക്കെ ആയിട്ട് വന്നേക്കാട്ടോ മമ്മൂട്ടി കമ്പനീന്റെ ഒപ്പം. അറിയില്ല, പക്ഷേ മമ്മൂട്ടി കമ്പനിയാണ് ഈ സിനിമ നിർമ്മിക്കുന്നത് എന്നുള്ളതാണ് സുരേഷ് ഗോപി പറയുന്നത്. സുരേഷ് ഗോപി അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് തള്ളിക്കളയാൻ പറ്റില്ലല്ലോ. അതെ, ആള് വേറൊരു കാര്യം കൂടി പറഞ്ഞിട്ടുണ്ട്. ഈ സിനിമ ഒരു യൂണിവേഴ്സ് ആയിരിക്കും കൂടി പറഞ്ഞിട്ടുണ്ട്. അത് ഈ സിനിമയെ കുറിച്ചാണോ അതോ വേറെ ഏതോ സിനിമയെ കുറിച്ചാണോ? ഇനി വേറെ ഏതാ? എനിക്ക് അങ്ങനെ ഡൗട്ട് വന്നു. എന്തായാലും കാണണം കേട്ടോ. വീഡിയോ എന്തായാലും കാണണം. ഇത് തന്നെ ആയിരിക്കാനാണ് ചാൻസ്. കാരണം മഹേഷ് നാരായണൻ അന്ന് തന്നെ കമൽഹാസന് വേണ്ടിയിട്ടൊക്കെ ചെയ്യണം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്ന സിനിമയാണിത്. ആ സിനിമ ആയിരിക്കാം. അതെ, അപ്പം അത് തന്നെ ആയിരിക്കണ്ടേ? അത് തന്നെ ആയിരിക്കും, ഒരു മാറ്റമൊന്നുമില്ല. എന്തായാലും എനിക്ക് വീഡിയോ കണ്ടപ്പോൾ തോന്നിയത് ആള് വേറെ ഏതോ ഒരു സിനിമയെ കുറിച്ചാണ്, കുറിച്ച് പറഞ്ഞെന്നുള്ളതാണ് എനിക്ക് തോന്നിയത്. വേറെ ഇപ്പൊ ഈ വന്ന ലിസ്റ്റിലൊന്നുമില്ല അങ്ങനത്തെ ഒരു സാധനം. അതായത് ഗോകുലം മൂവീസിന്റെ കൂടെ 3 സിനിമ ആൾക്കുണ്ട്. ഒന്ന് അതിൽ ഒറ്റക്കൊമ്പൻ, ബാക്കി 2 എണ്ണം. ഒന്ന് ശ്രീ പത്മനാഭ സ്വാമിക്ക് ഒരു ട്രിബ്യൂട്ടായിട്ടുള്ളൊരു, അത് വേറെ ആയിരിക്കും. അത് 100 കോടിക്ക് അടുത്തൊക്കെ ആള് പറയുന്നുണ്ട്. അത് വേറെ ഏതോ ഒരു സാധനമാണ്. അതാണ് യൂണിവേഴ്സിൽ വരുന്നതെന്നുള്ളൊരു സംശയം ഉണ്ട് എനിക്ക്. ഇനി പറയാൻ പറ്റില്ല കേട്ടോ. എന്തായാലും നോക്കാം. എന്തായാലും മമ്മൂട്ടി കമ്പനിയാണ് സിനിമ നിർമ്മിക്കുന്നത് എന്നുള്ള രീതിയിലാണ് SG പറയുന്നത്. മമ്മൂട്ടി കമ്പനി ഒറ്റയ്ക്കൊരു സിനിമ ചെയ്യുന്ന പരിപാടിയാണ് ഉള്ളത്. അതും ഇത്രയും എനിക്ക് തോന്നുന്നില്ല, ഇത്രയും ബഡ്ജറ്റിലൊക്കെ ഒറ്റയ്ക്ക് ഒരിക്കലും ഉണ്ടാവില്ല. അപ്പോൾ എന്തായാലും വേറെ പാർട്ട്നേഴ്സിനെ വെച്ചിട്ട് മമ്മൂട്ടി കമ്പനി ചെയ്യാൻ പോകുന്ന ആദ്യത്തെ സിനിമ ആയിരിക്കും കേട്ടോ. അങ്ങനെ ആയിരിക്കാം. ഓക്കെ, എന്തായാലും നമുക്ക് ആള് പറയുന്നത് കേൾക്കാം. ഞാൻ എണ്ണമൊന്നും പറയുന്നില്ല, പക്ഷെ കുറെ അധികം എനിക്ക് ഏറ്റവും എന്നെ കൂരിത്തെരിപ്പിക്കുന്നത് മമ്മൂക്കയുടെ തന്നെ പ്രൊഡക്ഷനിലുള്ള ഒരു പടമാണ്. അത് ഓഗസ്റ്റിൽ ചെയ്യണമെന്ന് ഒരു 10 ദിവസം മുമ്പ് വിളിച്ച് പറഞ്ഞു. അത് കഴിഞ്ഞ് റിസൾട്ടിന്റെ തലേന്ന് ആളിനെ വിട്ട് അതിന്റെ നീക്കങ്ങളും അവർ തുടങ്ങിക്കഴിഞ്ഞു. അപ്പൊ അങ്ങനെ ഒറ്റക്കൊമ്പൻ ചെയ്യണം. ഗോകുലം ഗോപാലേട്ടന്റെ 3 പ്രോജക്റ്റ് കമ്മിറ്റ് ചെയ്തിട്ടുണ്ട്. അതില് ഒരു വലിയ പ്രോജക്റ്റ് എനിക്ക് ശ്രീ പത്മനാഭ സ്വാമിക്ക് ട്രിബ്യൂട്ട് ആകുന്ന ഒരു വലിയ പ്രോജക്റ്റ്, എനിക്ക് തോന്നുന്നു 70 കോടിയോ മറ്റോ ആണ്
എസ്റ്റിമേറ്റ് ചെയ്തിരിക്കുന്നത്. പക്ഷെ അതെങ്ങനെ പോയാലും ഒരു 90-100 കോടി ആവാനുള്ള സാധ്യതയുണ്ട്. ഒരു പാൻ യൂണിവേഴ്സ് ഫിലിം ആവാനുള്ള വലിയ സാധ്യതയുണ്ട്. അപ്പോൾ അത് കേട്ട് അതിൻ്റെ വിഷ്വൽ എലിഗൻസ് എല്ലാം മനസ്സിലാക്കിയിട്ട് ആ പ്രോജക്റ്റിൻ്റെ ഒക്കെ ഭാഗമാകുന്നതിൻ്റെ ഒരു ത്രില്ലിലാണ് ഞാൻ. നമ്മളെ ആളെന്നെ കേട്ടോ, ത്രില്ലിന്റെ ആളാ. ത്രില്ലിലാണെന്ന് പറഞ്ഞത്. എന്താണെങ്കിലും ഇത് അതല്ലല്ലോ, അത് പറയാൻ പറ്റൂല. ഇത് ഇതൊരു പാൻ യൂണിവേഴ്സ് സിനിമയായിരിക്കും. ആ ഒരു സിനിമയെ കുറിച്ച് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. അത് ഇതല്ലല്ലോ, അത് ഇത് മഹേഷ് നാരായണൻ മമ്മൂട്ടി മൂവി അല്ല. അതെന്തായാലും ഉറപ്പല്ല. അത് കാരണം ആള് തന്നെ മെയിൻ ആയിട്ടുള്ള ക്യാരക്ടർ തന്നെ ആയിരിക്കും അത്. അതുകൊണ്ടാണ് അത് അങ്ങനെ എടുത്തു പറഞ്ഞത്. അപ്പോ 100 കോടി ബഡ്ജറ്റ് വരുന്ന 2 സിനിമകൾക്ക് 100 കോടി ബഡ്ജറ്റിൽ 2 എന്ന് പറയാൻ പറ്റില്ല. അതായത് ഇപ്പൊ ഗോകുല മൂവീസിന്റെ ആ വലിയ യൂണിവേഴ്സിൽ വരുന്ന ഒരു സിനിമ പറഞ്ഞത് അത് 100 കോടിക്ക് അടുത്തൊക്കെ വരുന്നത് പറഞ്ഞത്. പിന്നെ മഹേഷ് നാരായണൻ മൂവിൻ്റെത് 100 കോടിന്റെ അടുത്ത് വരും. പിന്നെ ഒറ്റക്കൊമ്പനും ഇല്ലേ, അത് എത്രയാണെന്ന് നമുക്ക് അറിയില്ലല്ലോ. അതെന്തായാലും 100 കോടിക്കൊന്നും അടുത്ത് എന്തായാലും എത്തൂല. 100 കോടിക്ക് അടുത്തില്ലെങ്കിൽ ഇവരെന്തായാലും 3 പേരുടെ ഇതിന്റെ ആവശ്യമില്ലല്ലോ. അത് പല കാരണങ്ങളാൽ വന്നതാവാം. എന്നാലും എനിക്ക് തോന്നുന്നില്ല. ടോമിച്ചൻ മുളകുപാടൊക്കെ കുറെ നാളുകളായി ഒരു സിനിമ പ്രൊഡ്യൂസ് ചെയ്തിട്ട്. 50 കോടിക്ക് മുകളിലേക്കൊന്നും എന്തായാലും പോലത്. ഇതാ ഭയങ്കര 36 കോടി എന്നൊക്കെ പറഞ്ഞാൽ തന്നെ ബിഗ് ബഡ്ജറ്റ് ആണ്. അല്ല, മലയാള സിനിമേന്റെ ഇപ്പത്തെ ഒരു റേഞ്ച് വെച്ചിട്ട് ഇതൊന്നും ഒന്നും അല്ല എന്നുള്ളതാണ് അതിന്റെ സത്യം. പക്ഷെ 100 കോടിക്കൊന്നും അങ്ങനെ ഒരു സിനിമ ചെയ്യോ ഒറ്റക്കൊമ്പൻ? ഞാൻ പാൻ ഇന്ത്യൻ മൂവി ആണെങ്കിലോ അതിന്റെ ആവശ്യം വരുന്നില്ല. എന്തായാലും 100 കോടിക്ക് ആവശ്യം ഉണ്ടെങ്കിലോ ഇല്ലല്ല, നമ്മള് 100 കോടിയിലേക്ക് എത്തിക്കാനല്ല. അല്ല, 100 കോടിയല്ല, ചിലപ്പോ ഉണ്ടെങ്കിലോ എന്നാ പറയണത്. അപ്പൊ ഇതിന്റെ ഒക്കെ അവസ്ഥ ഇത് തന്നെയാ. മറ്റുള്ള സിനിമകളൊക്കെ റീറൈറ്റ് ചെയ്തോണ്ടിരിക്കുകയാണ് നമ്മുടെ ഒറ്റക്കൊമ്പൻ സിനിമയുടെ. അപ്പൊ അങ്ങനെയുള്ള ചില പ്രശ്നങ്ങൾ കാരണമാണ് ഇത് പല ആൾക്കാർ മാറി മാറി വന്നിട്ടുള്ളത്. കണ്ടറിയാം. അതെ, എന്തൊക്കെയാണെങ്കിലും ഇപ്പൊ ഡയറക്ടർ തന്നെ മാറി മാറി വന്നതാണ്. ഈ മാത്യു തോമസ് ആണ് ഇപ്പൊ വന്നിരിക്കുന്നത്. അതിന് മുന്നേ വേറൊരാളായിരുന്നു. എന്താണെങ്കിലും വരട്ടെ. ഒരു ലിസ്റ്റ് തന്നെയാണ് ഉള്ളത്, ഗംഭീര ലിസ്റ്റ്. എന്തായാലും നോക്കാം നമുക്ക്. എന്നാ പോവാം. ആളെന്തായാലും തൃശ്ശൂർ എടുത്തു. ഈ സിനിമകളൊക്കെ ആള് വലിയ സിനിമയായിട്ട് തന്നെ എടുക്കട്ടെ. അതാണ് ഞാൻ തരട്ടെ. അതാണ് ഞാൻ ആദ്യം തന്നെ പറഞ്ഞ ഒറ്റ കൊമ്പനായിട്ട് തന്നെയാണെന്ന്. അതായത് ഒറ്റ കൊമ്പൻ, അതൊരു 1.5 കൊമ്പൻ തന്നെയായി. അപ്പൊ അതേപോലെ തന്നെ സിനിമകളും ഇനി വരുന്ന സിനിമകളും എല്ലാം അടിപൊളി വിജയങ്ങളാവട്ടെ. അപ്പൊ എന്തായാലും ഞങ്ങൾ പോവാണ്. മറ്റുള്ള വിശേഷങ്ങളുമായിട്ട് ഉടനെ വരാം. ബൈ.